ഹലോ, നമ്മൾ ചെറിയൊരു ഈവനിങ് വാക്കിന് ഇറങ്ങിയതാണ് കേട്ടോ. ഇന്ന് സ്കൂൾ ഹോളിഡേ ആയതുകൊണ്ട് രാവിലെ തൊട്ട് വൈകിട്ട് വരെ വീടിനകത്ത് തന്നെ ഇരുന്നപ്പോൾ അർജുനും ഒന്ന് പുറത്തിറങ്ങണം, സൈക്ലിങ്ങിന് പോകണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ഈവനിങ് വാക്കിനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് ചെറിയൊരു പ്ലേ ഗ്രൗണ്ട് ഉണ്ട്. അപ്പം ഞങ്ങൾ അങ്ങോട്ടാണ് പോകുന്നത്. ഗ്രൗണ്ടിലൊന്ന് അവർക്ക് സൈക്കിൾ ഓടിക്കാം, എനിക്ക് ചുമ്മാ ഗ്രൗണ്ടിലൂടെ നടക്കാം എന്നൊക്കെ കരുതിയിട്ട് ഇറങ്ങിയതാണേ. അപ്പോൾ നമ്മുടെ മെയിൻ റോഡിൽ നിന്ന് വീട്ടിലേക്കുള്ള പോക്കറ്റ് റോഡിലൂടെയാണ് നമ്മളിപ്പോൾ നടക്കുന്നത്. ഇതാണ് നമ്മളുടെ ഗ്രൗണ്ട് വ്യൂ എന്ന് പറഞ്ഞത്. നമ്മുടെ സ്കൂൾ ഗ്രൗണ്ടാണ് കേട്ടോ ഇത്. ഞാൻ പഠിച്ച സ്കൂളാണ്. സ്കൂളിൻ്റെ ബാക്ക് സൈഡ് വ്യൂ ആണ് ഈ കാണുന്നത്. ഇവിടെ ഇന്ന് കുറച്ച് പേര് ഫുട്ബോൾ കളിക്കുന്നുണ്ട്. എല്ലാ ദിവസവും ഇവിടെ ഇങ്ങനെ കളിക്കാൻ ഇവർ വരാറില്ല. അപ്പോൾ നമുക്കറിയില്ലായിരുന്നു ഇവിടെ ഫുട്ബോൾ കളിക്കാനായിട്ട് കുട്ടികളുണ്ട് എന്നുള്ളത്. എനിവേ, ഞാൻ നമ്മുടെ ഗ്രൗണ്ട് വ്യൂ ഒക്കെ കാണിച്ചു തരാം. നമ്മുടെ സ്കൂൾ ഗ്രൗണ്ടാണ്. ഞാൻ 10th വരെ പഠിച്ച സ്കൂളാണ്, സെൻറ്റ് ജോർജ് ഹൈസ്കൂൾ ആരക്കുന്നം. സ്കൂളിൻ്റെ ബാക്ക് സൈഡാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ സ്കൂളിൽ PT ടൈമൊക്കെ ഈ ഗ്രൗണ്ടിൽ വന്നിട്ടാണ് ഞങ്ങൾ കളിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, ഗ്രൗണ്ടിന് ഇഷ്ടംപോലെ സ്ഥലമുള്ളതുകൊണ്ട് അർജുഭാരവും അവർക്ക് സൈക്കിൾ ഓട്ടാനുള്ള സ്പേസ് ഉണ്ട്. അവരവരുടെ സൈക്ലിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. അവിടെ കാണുന്നത് ഓഡിറ്റോറിയമാണ്, നമ്മുടെ പള്ളിയുടെ ഓഡിറ്റോറിയമാണ് കേട്ടോ. ഓക്കെ, അപ്പം ഞങ്ങളുടെ സ്കൂളും പള്ളിയും ഒക്കെ തൊട്ടടുത്താണ് വീടിൻ്റെ. ഓക്കെ, അതെ, എൻ്റെ ക്യാമറയിലൂടെ ഞാൻ നിങ്ങളെ ഒരാളെ കാണിച്ചു തരാം. എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു കാഴ്ച, വളരെ കോയിൻസിഡൻ്റലി എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ചിത്രമാണ് കേട്ടോ ഇത്. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. എവിടെ ആരും ദാ സ്കൂളിൻ്റെ ഓടിൻ്റെ മുകളിലേക്ക് നോക്കിക്കേ, നോക്കൂ ആരാണ് നിൽക്കുന്നതെന്ന്. നാട്ടിലെവിടെയോ ഇവർ സെറ്റിലായിട്ടുണ്ട്. പക്ഷെ നമുക്ക് എപ്പോഴും കാണാൻ പറ്റില്ല, നമ്മൾ വിചാരിക്കുന്ന സമയത്ത് കാണാൻ പറ്റില്ലല്ലോ. ഇടയ്ക്കൊക്കെ കോയിൻസിഡൻ്റ് ഇങ്ങനെ നമ്മുടെ മുന്നിൽ വന്ന് പെടും. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ വിചാരിച്ചതേ ഉള്ളൂ, ഒരു മയിലിനെ കണ്ടാൽ കൊള്ളാമല്ലോ, കുറച്ച് നാളായല്ലോ നമ്മുടെ വീടിൻ്റെ അടുത്തേക്ക് കൂടെ ഒന്ന് വന്നിരുന്നെങ്കിൽ എന്നൊക്കെ. എന്താണെങ്കിലും എൻ്റെ കൺമുന്നിൽ കറക്റ്റായിട്ട് വന്ന് പെട്ടു. ഞാൻ എൻ്റെ ക്യാമറയിൽ പകർത്തിയിട്ടുണ്ട് കേട്ടോ. സൈക്കിളൊക്കെ എടുത്ത് വെച്ചിട്ട് രണ്ടുപേരും എവിടെയാണ്? വേണ്ട ആരും. നമ്മൾ ഗ്രൗണ്ടിൽ നിന്ന് പോന്നു. ഇനി കുറച്ച് നേരം റോഡിലൂടെ സൈക്ലിംഗ് ആവാമെന്ന് വിചാരിച്ചു. മെയിൻ റോഡ് അല്ലെങ്കിലും അത്യാവശ്യം വണ്ടികളൊക്കെ പോകുന്ന റോഡാണ്. പിന്നെ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ഇതിലൂടെ സൈക്ലിംഗ് ഒക്കെ ചെയ്യുന്നതുകൊണ്ട് അവർ സൂക്ഷിച്ച് പോകുമെന്നൊരു വിശ്വാസത്തിലാണ്. എന്നാലും എനിക്ക് പേടിയുണ്ട്, അതുകൊണ്ട് ഞാൻ അവരെ ഫോളോ ചെയ്യുകയാണ്. ഇത് നമ്മുടെ വീടിനോട് ചേർന്നുള്ള റോഡാണ്. ഇവിടെ സൈഡിലായിട്ട് നമ്മുടെ പാടം. ഓക്കെ, ഇവിടെ ഞാൻ ഇടയ്ക്ക് വീഡിയോസ് ഫോട്ടോസൊക്കെ എടുക്കാറുണ്ട്. കുറച്ച് ബോറടിക്കുമ്പോൾ അല്ലെങ്കിൽ ഒന്ന് ടയേർഡാകുമ്പോൾ ഒക്കെ ഞാൻ വന്നിങ്ങനെ ഈ പാടത്തേക്ക് ഇടയ്ക്ക് നോക്കി നിൽക്കാറുണ്ട്. കുറച്ചിട്ട് നോക്കി നിൽക്കുമ്പോൾ തന്നെ നമ്മൾ ഈ ഒരു പച്ചപ്പൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിനൊരു കുളിർമയാണ്. ഇന്നിപ്പം മഴയുള്ള ദിവസമായിരുന്നു, അതുകൊണ്ട് നല്ലൊരു സൺസെറ്റ് വ്യൂ എനിക്ക് കിട്ടിയില്ല. അല്ലെങ്കിൽ നമുക്ക് അവിടെ ആ സ്കൈയിൽ നല്ലൊരു അസ്തമയ സൂര്യനെ കിട്ടാറുണ്ട്. ഇന്നിപ്പം മൂടലായതുകൊണ്ട് സൺസെറ്റ് വ്യൂ കിട്ടിയില്ല. ഈ പാടത്തിൻ്റെ എൻഡിലായിട്ട് കണ്ടോ, അവിടെ വാഴത്തോപ്പാണേ. ഈ വാഴത്തോപ്പിൻ്റെ ഇടയിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഈ മയിലിൻ്റെ കരച്ചിൽ കേൾക്കാറുണ്ട്. ആ ഭാഗത്ത് എവിടെയോ ആണ് ഇവർ സെറ്റിലായിട്ടുള്ളത്. ഇവിടെ വാഴകൾ അങ്ങനെ ഇടതൂർന്ന് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ കാണാനൊന്നും പറ്റില്ല. പക്ഷെ നല്ല ഉറക്കെ നമുക്ക് ഈ മയിലുകളുടെ സൗണ്ട് കേൾക്കാം കേട്ടോ. ഞങ്ങളുടെ ഗ്രാമീണ ഭംഗിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായോ? കമൻറ്റ് ചെയ്യണേ. അപ്പോൾ സന്ധ്യയായി, കിളികളൊക്കെ കൂട്ടി കയറാൻ തുടങ്ങി. അപ്പോൾ നമ്മളും കൂട്ടിലോട്ട് കയറുകയാണ്. നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് തിരിച്ചെത്തുകയാണ് കേട്ടോ. ഞങ്ങളുടെ ഈ ഒരു കൊച്ചു വ്ളോഗ്, ഒരു ഈവനിങ് വാക്ക് വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, ഷെയർ ചെയ്യണേ. പിന്നെ യൂട്യൂബിൽ കാണുമെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണേ. ബൈ.